മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്ക് മാത്രമല്ല അനറബികളടക്കം സകലമാന മനുഷ്യരുടെയും നേതാവാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളും നിരീശ്വരവാദികളും കാസക്കാരും സംഘികളും ഒക്കെ ഈ മൊയ്ലിയാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ മതവേഷം ധരിച്ച ആളുകളുടെ ഈ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ക്ലിപ്പുകൾ, അവർ പറയുന്ന ആവശ്യമില്ലാത്ത മസ്അലകൾ, അതിവിദൂരമായ മസ്അലകൾ നമുക്കൊക്കെ പറയാൻ അറിയാഞ്ഞിട്ടാണോ? നമുക്കൊക്കെ കൃത്യമായ തർബിയത്തുണ്ട്. എന്ത് പറയണം, എന്ത് പറയരുത്, എപ്പോൾ പറയണം, എപ്പോൾ പറയരുത്, വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കണമെന്ന് ഇസ്ലാമിക പ്രസ്ഥാനം നൽകുന്ന കൃത്യമായ തർബിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സംസാരിക്കുന്നത്. അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളെ ഇഷ്ടത്തോടുകൂടി അനുസരിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ അനുസരിക്കുന്നതിനാണ് എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് തഖ്വ ചെയ്യാൻ, തഖ്വയുള്ളവരായി തീരാൻ, തഖ്വ ഉള്ളവരിൽ നിന്ന് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. തഖ്വയുള്ളവർക്ക് തയ്യാറാക്കപ്പെട്ടതാണ് സ്വർഗമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ടതാണ് തഖ്വ. അത് പള്ളിയിൽ അല്ലെങ്കിൽ ചില ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും തഖ്വയുള്ളവരായി ജീവിക്കാൻ ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ തഖ്വ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണുള്ളത്. ഇനി നമ്മൾ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു 3-4 ഖുതുബകൾ അതുമായി ബന്ധപ്പെട്ട് പറയണം എന്ന് ഉദ്ദേശിക്കുകയാണ്. അതിനിടയിൽ എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ കടന്നു വന്നാലൊഴിച്ച്. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ആഗസ്റ്റ് 14 അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലത് പറയേണ്ടി വരും. അപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തകൃതിയായി തുടങ്ങിയിട്ടുണ്ട്. ദഫിൻ്റെയും സ്കൗട്ടിൻ്റെയും ഒക്കെ പരിശീലനങ്ങളും, കുട്ടികൾ മദ്രസയിൽ പാട്ടും പ്രസംഗവും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ, റാലി സംഘടിപ്പിക്കാനുള്ള, ഇങ്ങനെ ഗംഭീരമായ ഒരുക്കങ്ങൾ നമ്മുടെ നാടുകളിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇല്ലേ? പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടത് നമ്മളാരുമല്ലല്ലോ. റബീഉൽ അവ്വലിന് ഇന്ന പ്രത്യേകതകളുണ്ട് എന്ന് പറയേണ്ടത് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വചനങ്ങളെ പഠിച്ച പണ്ഡിതന്മാരുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആദ്യമേ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം ശ്രവിക്കണം, സാഗൂതം ശ്രവിക്കണം. സംശയമുള്ളത് പിന്നീട് ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഓരോ വിഷയങ്ങൾക്കും പല നിലക്കുള്ള പ്രാധാന്യങ്ങളുണ്ട്. ചിലതിന് ശർഈയായ പ്രാധാന്യമുണ്ട്. ശർഈയായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിന് മതപരമായിട്ടുള്ള ഒരു ഫള്, ഒരു ശ്രേഷ്ഠത. ചിലതിന് താരീഖിയായ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങൾക്ക് ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. വേറെ ചിലതിന് മതപരമായ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല, പക്ഷേ ചരിത്രപരമായി അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് നോക്കാം. ഒന്ന്, ചരിത്രപരവും മതപരവുമായി നന്നായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകുള്ളൂ. ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, വെള്ളിയാഴ്ച ദിവസത്തിന് ഈ 2 പ്രാധാന്യമുണ്ട്.
വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഫീഹി ഖുലിക ആദം, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അന്നാണ്. ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നത് അനിഷേധ്യമാണ്. അവിടെ തീർന്നില്ല. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത, വെള്ളിയാഴ്ച നിങ്ങൾ ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങൾക്കുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക. വെള്ളിയാഴ്ച നിങ്ങൾ നബിയുടെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല, ശർഈയായ മതപരമായ പ്രാധാന്യമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്ക്, ഞാനിങ്ങനെ വേഗത്തിൽ ഉദാഹരണങ്ങൾ പറയാം. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നമുക്കറിയാമല്ലോ. ധാരാളം പ്രാധാന്യമുണ്ട്. അതിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടിയത്. അതുകൊണ്ട് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള മാസമാണ് റമദാൻ എന്ന് മാത്രമല്ല, റമദാൻ മാസത്തിന് മതപരമായ ശർഈയായ പ്രാധാന്യമുണ്ട്. എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ പിന്നെ ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസും, റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് റമദാനിൽ ആരെങ്കിലും സാക്ഷികളായാൽ അവർ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. അപ്പോൾ റമദാനിന് ചരിത്രപരമായ പ്രാധാന്യവും അതോടൊപ്പം തന്നെ മതപരമായ പ്രാധാന്യവും പരിശുദ്ധ റമദാൻ മാസത്തിനുണ്ട്. തീർന്നില്ല, മുഹറം മാസം അങ്ങനെ തന്നെയാണ്. മുഹറം മാസത്തിന് ചരിത്രപരമായ ധാരാളം പ്രാധാന്യങ്ങളുണ്ട്. അതിൽ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം. വേറെയും കുറേ ഉണ്ട്. ഷഹ്റുല്ലാ എന്നാണ് അല്ലാഹു തആല ആ മാസത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് മുഹറം ഇന്ന ദിവസത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, മുഹറം 10 നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ചരിത്രപരമായ പ്രാധാന്യവും മതപരമായ പ്രാധാന്യവുമുണ്ട്. നോക്ക്, മസ്ജിദുൽ ഹറമിന് 2 പ്രാധാന്യമുണ്ടല്ലോ. മക്കത്തെ പള്ളി എന്ന് പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, മനുഷ്യർക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി അത് അങ്ങനെയാണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. എന്നാൽ ആ പള്ളിയിൽ കയറി നിസ്കരിച്ചാലോ അതിനുള്ള പ്രതിഫലം എത്രയാണ്? സാധാ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 100,000 പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മസ്ജിദുൻ നബവി റസൂലിൻ്റെ പള്ളിയാണ്. റസൂലിൻ്റെ പള്ളി എന്ന നിലക്ക് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രപരമായ, അതിന് മതപരമായ പ്രാധാന്യവുമുണ്ട്. 50,000 റക്അത്ത്. ഈ റക്അത്തിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ പറയുന്നവരും കുറച്ച് പറയുന്നവരുണ്ട്. ഏതായാലും സാധാരണ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം ഈ ഹറമിലും മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കരിച്ചാൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതേപോലെ തന്നെയാണ് മസ്ജിദുൽ അക്സ പള്ളിയും. ആ അക്സ പള്ളിക്ക് ചരിത്രപരമായ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ മുഴുവൻ അമ്പിയാക്കൾക്കും മുർസലീകൾക്കും അള്ളാഹുവിൻ്റെ റസൂലി ഇമാമത്ത് നിർവഹിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ച പള്ളിയാണല്ലോ മസ്ജിദുൽ അക്സ. അതിന് ചരിത്രപരമായി ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതിന് ചരിത്രത്തിൽ മാത്രമല്ല ശർഈലും പ്രാധാന്യമുണ്ട്. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ സാധാ പള്ളിയിൽ പിന്നെ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രതിഫലമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മറ്റൊന്ന് മസ്ജിദ് ഖുബാക്കുമുണ്ട് അങ്ങനെ പ്രത്യേകത. മസ്ജിദ് ഖുബ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ. എല്ലാവർക്കും അറിയാം. റസൂലിൻ്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലമുണ്ടല്ലോ, അവിടെ റസൂൽ ഒരു പള്ളി ഉണ്ടാക്കി. അതാണ് ആദ്യത്തെ പള്ളി. അതാണ് മസ്ജിദ് ഖുബ മസ്ജിദ്. അതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമെങ്കിൽ അതിന് മതപരമായ പ്രാധാന്യമുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജിനും ഉംറക്കും ഒക്കെ പോയവർക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതി, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യുകയും ثم أتى مسجد قباء എന്നിട്ട് ഖുബാ പള്ളിയിലേക്ക് ചെല്ലുകയും ഫസല്ലാ ഫീഹി റകഅതൈനി എന്നിട്ട് ആ പള്ളിയിൽ 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്താൽ കാന ലഹു കഅജ്രി ഉംറ, അവന് വ്യത്യസ്തമായ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തഅദിലു ഉംറ, അത് ഒരു ഉംറക്ക് തുല്യമാണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല, അതിൻ്റെ ശർഈയായ പ്രാധാന്യവും അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലും ശർഈലും പ്രാധാന്യം കൽപ്പിച്ച കാര്യങ്ങൾ, ഇത് രണ്ടും കൽപ്പിക്കേണ്ട നമ്മളാരുമല്ല. ശർഈൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും തോന്നലല്ല, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വകയല്ല. അത് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് നോക്കാം, ചരിത്രപരമായ പ്രാധാന്യമുണ്ട്, പക്ഷേ മതപരമായി ശർഈയായി പ്രാധാന്യങ്ങളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണം, എക്സാമ്പിൾ 1, സീനാ പർവ്വതം, സീനാ മല. പരിശുദ്ധ ഖുർആനിൽ വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ, ചരിത്രത്തിലെ സുപ്രധാനമായ 4 കാര്യങ്ങളെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നുണ്ട്. ഒന്ന് അതിൽ അത്തിയാണ്, വത്തീൻ അത്തിയാണ്. മറ്റൊന്ന് ഒലീവാണ്, സൈത്തൂനാണ്. മൂന്നാമത് പറഞ്ഞത് തൂർ സീനീൻ, സീനാ മലയാണ്. എന്താ അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകത? മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് നൽകിയത് ഈ മലയിൽ വെച്ചുകൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ മല ഇന്നുമുണ്ട്. അതുകൊണ്ട് അതിന് വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിന് ശർഈയായ പ്രാധാന്യം ഉള്ളതായി ഖുർആനിലോ ഹദീസുകളിലോ കാണാനില്ല. നിങ്ങൾ ആ മലയിൽ കയറിയാൽ അവിടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, എന്ന് പഠിപ്പിച്ചിട്ടില്ല. അതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ആ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആ സ്ഥലം നമുക്ക് സന്ദർശിക്കാം. ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. അതെങ്ങനെ? ഏത് ഹലാലായ കാര്യം ചെയ്യുമ്പോഴും നിയ്യത്ത്, മനസ്സിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. മറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അവിടെ കയറി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ മലക്ക് ശർഈൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. മറ്റ് 2 മലകൾ അറിയാം, അല്ലെങ്കിൽ ഗാറുകൾ, ഗുഹകൾ. അതിലൊന്നാണ് ഗാർ ഹിറ, മറ്റൊന്ന് ഗാർ സൗർ. ഹിറ ഗുഹയും സൗർ ഗുഹയും, ഇത് രണ്ടിൻ്റെയും ചരിത്രപരമായ പ്രാധാന്യം അറിയാമല്ലോ. ഹിറ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടിയത്. ജിബ്രീൽ ആദ്യമായി വന്നത് ഹിറ ഗുഹയിലാണ് എന്ന് ഒരു മുസ്ലിമിനെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. അതതിൻ്റെ ചരിത്രപരമായ വലിയ പ്രാധാന്യം തന്നെയാണ്. എന്നാൽ സൗർ ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സന്തത സഹചാരിയുമായ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഹിജ്റക്ക് ഉള്ള യാത്രക്കിടയിൽ അവർ 2 പേരും 3 ദിവസം ഒളിച്ച് താമസിച്ചത് സൗർ ഗുഹയിലാണ്. ഇത് രണ്ടിനും വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ടെങ്കിലും സൗർ ഗുഹയിൽ നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലം എന്നെവിടെയും കാണുക സാധ്യമല്ല. നമ്മൾ ആരെങ്കിലും മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ സൗർ ഗുഹയിൽ നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലം, സൗർ ഗുഹയിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന കൂലി? അങ്ങനെ ഉണ്ടെങ്കിൽ അത് റസൂലാണ് കാണിക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട റസൂല് ഹിറാ ഗുഹയിൽ നിന്ന് വഹ്യ് കിട്ടി, ഹിറാ ഗുഹയിൽ നിന്ന് സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞിറങ്ങിയ റസൂല് പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹിറാ ഗുഹയിലേക്ക് തിരിച്ചു കയറിയിട്ടില്ല. അവിടെ നിസ്കരിക്കലോ അവിടെ കുത്തിയിരിക്കലോ ശർഈയായിട്ട് എന്തെങ്കിലും പുണ്യമുള്ളതായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു വട്ടമെങ്കിലും അങ്ങോട്ട് പോകേണ്ടതായിരുന്നു. റസൂൽ പോയിട്ടില്ല. പക്ഷേ നമുക്ക് പോകാം. അവിടെ നിസ്കരിച്ച ആളുകളുണ്ട്, അവിടെ നിസ്കരിക്കാൻ പ്രശ്നമൊന്നുമില്ല. അവിടെ പലരും നിസ്കരിക്കാറുണ്ട്. അവിടെ യാത്രക്കിടയിൽ ചില ആളുകൾ പുലർച്ചെ പുറപ്പെടും. 7-4 മണിക്കൊക്കെ അങ്ങോട്ട് പുറപ്പെട്ട ഒരു 6 മണി സമയമൊക്കെ ആകും ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ. അപ്പോൾ സുബഹിയുടെ സമയത്ത് അവിടെ എത്തിയാൽ അവിടെ നിസ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ നിസ്കരിക്കൽ കൊണ്ട് പ്രത്യേക പുണ്യമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് തെറ്റാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ചരിത്രപരമായി പ്രാധാന്യമുള്ളതും എന്നാൽ ശർഈയായിട്ട് പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ കാണാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതില്ലെന്ന് വളരെ വ്യക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചരിത്രപരമായ പ്രാധാന്യമുള്ളതും ശർഈയായിട്ട് പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ഒന്നാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിനെ നമ്മൾ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ റബീഉൽ അവ്വൽ എന്തോ ഒരു ആരാധനയുടെ നാളുകളാണ് എന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് വിചാരിക്കേണ്ടതുമില്ല. റബീഉൽ അവ്വലിന് ചരിത്രപരമായ ധാരാളം ഉണ്ടല്ലോ. ഒന്നെന്താ? ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജാദനായത് ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ ചെറിയ സ്ഥാനമല്ല, ചരിത്രപരമായി വലിയ സ്ഥാനം തന്നെയാണ് റബീഉൽ അവ്വൽ മാസത്തിന് ഉള്ളത്. ഇനി അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചില പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ ആണോ അല്ലേ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ സംശയത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. റബീഉൽ അവ്വലിൽ എന്ന് തന്നെ നമ്മൾ അങ്ങനെ തന്നെ പോകട്ടെ. എന്നാൽ സംശയമില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നും മാത്രമല്ല അത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിലും മുസ്ലിം ലോകത്ത് ഒരാൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. അത്രയും ഖണ്ഡിതമായതാണ്. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, റബീഉൽ അവ്വൽ 12-നാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല റസൂലിന്റെ ഹിജ്റ ആരംഭിക്കുന്നത് ഏകദേശം ഈ സഫർ മാസത്തിന്റെ അവസാനത്തിലാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയത് മുഹറം മാസത്തിലല്ല, സഫർ മാസത്തിന്റെ അവസാനത്തിൽ പുറപ്പെടുകയും ഒരു റബീഉൽ അവ്വലിന്റെ ആദ്യ 10 അവസാനിക്കുന്ന ആദ്യ 10 കൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തിച്ചേരുന്നത്. കൃത്യമായ ദിവസത്തിൻ്റെ ഇടയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും റബീഉൽ അവ്വലിലാണ് അതിൻ്റെ സിംഹഭാഗവും ഹിജ്റയുടെ, ഒരു സംശയം അതിലില്ല. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ റബീഉൽ അവ്വൽ മാസത്തിൽ നിസ്കരിച്ചാൽ ഇന്ന കൂലിയുണ്ട്, റബീഉൽ അവ്വൽ മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ഇന്ന പ്രതിഫലമുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിച്ച ആളുകളല്ലേ? എവിടെയെങ്കിലും ഒരു മദ്രസ പാഠപുസ്തകത്തിൽ ഇനി വന്നേക്കാം. കാരണം ആ കോലത്തിലാണ് ചില ആളുകൾ അള്ളാഹിന്റെ ദീന് കൊണ്ട് കളിക്കുന്നത്. ഒരു സൂക്ഷ്മതയുമില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് സങ്കടം തോന്നും. ആർക്കും ദീന് പറയാം, അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഒരു തലയിൽ ഒരു സാധനം എടുത്ത് കെട്ടിയാൽ ഏത് കുട്ടികൾക്കും ദീന് പറയാം, വൃത്തികേടുകളും പറയാം ദീനിന്റെ പേരിൽ. ആവശ്യമില്ലാത്ത മസ്അലകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത് ആരാ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഇതിനൊക്കെ ഒരു ലൈസൻസ് ഇന്ന ആള് പറയൂ. ഓരോ സംഘടനക്കാരും തീരുമാനിക്കട്ടെ, ആര് പറയണം, ഏത് ലെവലിൽ പറയണം, എന്തു പറയണം. ഇസ്ലാമിന്റെ ശത്രുക്കളും നിരീശ്വരവാദികളും കാസക്കാരും സംഘികളും ഒക്കെ ഈ മൊയ്ലിയാക്കന്മാരുടെ അല്ലെങ്കിൽ മതവേഷം ധരിച്ച ആളുകളുടെ ഈ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ക്ലിപ്പുകൾ, അവർ പറയുന്ന ആവശ്യമില്ലാത്ത മസ്അലകൾ, അതിവിദൂരമായ മസ്അലകൾ, വളരെ മോശം തോന്നുന്ന അറപ്പുളവാക്കുന്ന മസ്അലകൾ പറഞ്ഞുകൊണ്ട് ദീനിനെ ഒരു ഭാഗത്ത് ഇങ്ങനെ താറുമാറാക്കണം. അതെടുത്ത് അമ്മാനാട്ടമാടുകയാണ് ഈ സംഘപരിവാരും. ഇപ്പൊ നമുക്കൊക്കെ പറയാൻ അറിയാഞ്ഞിട്ടാണോ? നമുക്കൊക്കെ കൃത്യമായ തർബിയത്തുണ്ട്. എന്ത് പറയണം, എന്ത് പറയരുത്, എപ്പോൾ പറയണം, എപ്പോൾ പറയരുത്, വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരിക്കണമെന്ന് ഇസ്ലാമിക പ്രസ്ഥാനം നൽകുന്ന കൃത്യമായ തർബിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സംസാരിക്കുന്നത്. വായ വന്നതൊക്കെ വിളിച്ചു പറയാറില്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ദീന് പറയാറുമില്ല. അങ്ങനെ ഓരോ സംഘടനക്കും ഉത്തരവാദപ്പെട്ട ആളുകൾ കൃത്യമായ കടിഞ്ഞാണ് വെച്ചുകൊണ്ട് പറയേണ്ട ആളുകൾ ഇന്നത് പറയണം, ഇന്നത് പറയരുത് എന്നൊക്കെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇത്രയും അലമ്പാകൂലായിരുന്നു ഈ ദീനിനെ. അള്ളാഹു റസൂൽ പറയുന്ന ഒരു സംഗതിയാണ്, ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു കാലം വരും, ഈ ഉമ്മത്തിനെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വലിച്ചു കയറുന്ന ഒരു കാലഘട്ടം വരും. അന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു, ഉലമാഉഹും, അവരിലെ ഒരു പറ്റം പണ്ഡിതന്മാർ, ഉലമാഉഹും ശർറുമൻ തഹ്ത മിൻ നദീമിസ് സമാ, ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ അവരിലെ ഒരു പറ്റം പണ്ഡിതന്മാരായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടം തോന്നില്ലേ നിങ്ങൾ കേൾക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ? എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോൾ ഇനി അതൊക്കെ പറഞ്ഞേക്കാം. നബിദിനം ആഘോഷിക്കണമെന്ന് ഖുർആൻ ഓതിയ ആയത്ത് പറയുന്ന പണ്ഡിതന്മാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നബിദിനം ആഘോഷിക്കണോ? വേണമെങ്കിൽ ആഘോഷിച്ചോളൂ, പക്ഷെ ഖുർആൻ പറഞ്ഞു എന്ന് പറയല്ലേ, റസൂൽ ചെയ്തു എന്ന് പറയല്ലേ. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നെങ്കിൽ, ഖുർആനിൽ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ, ആ കൽപ്പന നുബുവത്തിന് ശേഷം 23 വർഷം ജീവിച്ച അള്ളാന്റെ റസൂല് ഒരു വട്ടമെങ്കിലും നടപ്പിലാക്കി കാണിക്കുമായിരുന്നില്ലേ? ഒരു വട്ടമെങ്കിലും. അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആനിന്റെ കൽപ്പനയെ അള്ളാന്റെ റസൂല് നടപ്പിലാക്കിയില്ല, മഅദല്ലാഹ്, അങ്ങനെ പറയേണ്ടി വരൂലേ? ഖുർആനിന്റെ കൽപ്പനയെ സ്വഹാബികൾ അംഗീകരിച്ചില്ല, മഅദല്ലാഹ്, അങ്ങനെ പറയേണ്ടി വരൂലേ? കാരണം സ്വഹാബികൾ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല.
ഇതൊക്കെ പറയുമ്പോൾ ഘോഷയാത്ര നടത്താൻ പാടില്ല എന്നോ, ദഫ് നടത്താൻ പാടില്ല എന്നോ, സ്കൗട്ട് നടത്താൻ പാടില്ല എന്നോ എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അതെല്ലാം വഴിയെ പറയാം. പക്ഷെ അതെല്ലാം ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്നെങ്കിലും പറയാതിരിക്കൂ എന്നാണ് ഈ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസത്തിന്റെ പറഞ്ഞല്ലോ ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല റസൂൽ ജനിച്ച ദിവസത്തിനും പ്രാധാന്യമുണ്ട്. ഉണ്ട്. റസൂൽ ജനിച്ചൊരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. അത് ആരാ പഠിപ്പിച്ചത്? ആര് പറഞ്ഞു? അള്ളാന്റെ റസൂലാണിത് പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുഇലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അൻ സൗമി യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച്. നബിയെ, എന്തിനാണ് നബിയെ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത്? വളരെ കൗതുകത്തോടുകൂടി, അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി മഹാന്മാരായ സഹാബത്ത് നബിയോട് ചോദിച്ചു, എന്തിനാ നബിയെ തിങ്കളാഴ്ച നോമ്പ് വെക്കുന്നത്? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അത് ഞാൻ ജനിച്ച ദിവസമാണ്. അത് ഞാൻ ജനിച്ച ദിവസമാണ്. വഫീഹി ഉൻസില അലയ്യ, അത് എനിക്ക് ഖുർആൻ ഇറക്കപ്പെട്ട ദിവസമാണ്. തിങ്കളാഴ്ചയാണ് ഖുർആൻ ഇറങ്ങിയത്. റസൂലിന് നുബുവത്ത് കിട്ടിയത് തിങ്കളാഴ്ചയാണ് എന്ന നിലക്ക് തിങ്കളാഴ്ചക്ക് പ്രാധാന്യമുണ്ട്. മാത്രമല്ല അത് ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ റസൂൽ ജനിച്ച ദിവസത്തെ കൊണ്ടാടലാണ് ഉദ്ദേശമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയിലും അങ്ങനെ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. അതെങ്ങനെയാ കൊണ്ടാടേണ്ടത്? നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അന്ന് ബിരിയാണിയും വെച്ച് ചോറും തിന്ന് വയറ് വീർപ്പിച്ച് കൊട്ടിഘോഷങ്ങളല്ല അന്ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി പണ്ഡിതന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു സാധാരണ മനുഷ്യനാക്കരുത്. അല്ല, ഒരിക്കലും അല്ല. അള്ളാഹുവിൻ്റെ റസൂല് സാധാരണക്കാരനല്ല, സാധാരണ മനുഷ്യനല്ല. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അസാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, മഹാത്മാഗാന്ധി ഒരു മഹാനാണ്, പക്ഷേ അദ്ദേഹം സാധാരണക്കാരനാണ്. അദ്ദേഹത്തെ ഓർക്കണമെങ്കിൽ അദ്ദേഹത്തിന് പലയിടങ്ങളിലും പ്രതിമ വേണം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആഫീസുകളിലും മറ്റും വേണം, അദ്ദേഹത്തിന് ഒരു ചരമദിനം വേണം, അദ്ദേഹത്തിൻ്റെ ജന്മദിനം വേണം. ഇതെല്ലാം ആചരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഗാന്ധിജി ലൈവാകുക. ഇല്ലെങ്കിൽ ഗാന്ധിജി ലൈവാകൂല. ശ്രീനാരായണ ഗുരു അങ്ങനെ തന്നെയാണ്. അങ്ങനെ എത്രയോ മഹാന്മാർ, അവരൊക്കെ മഹാന്മാർ തന്നെയാണ്. പക്ഷെ അവർ സാധാരണ മനുഷ്യരാണ്. നമ്മിൽ നിന്ന് ഒരുപാട് മഹത്വമുള്ള ആളുകളാണ് എന്ന് മാത്രം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഇവരെ പോലെ ഒരു പ്രത്യേക ദിവസത്തിലേക്ക് ചുരുക്കി അങ്ങനെ റസൂലിനെ അങ്ങനെ ചെറുതാക്കല്ലേ, റസൂലിനെ അങ്ങനെ നമ്മുടെ ഇവരെ പോലെ ആക്കരുത്. ഒരു പ്രതിമയും വേണ്ട റസൂലിന്, ഒരു ഫോട്ടോയും വേണ്ട റസൂലിന്. റസൂലിനെ ആചരിക്കാൻ ഒരു പ്രത്യേക ദിവസവും വേണ്ട, ഒരു ദിനാചരണം വേണ്ട, ഒരു ചരമദിനം വേണ്ട, ഒരു ജന്മദിനം വേണ്ട. അള്ളാഹിന്റെ റസൂല് കോടിക്കണക്കിന് മനുഷ്യരുടെ നാവിൻ തുമ്പിൽ പോലും എല്ലാ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതമാണ് റസൂല്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുക, പാടുക. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലി അൻഫുസിനാ, നമുക്കൊരു എനർജിയാണ്, വളരെ പോസിറ്റീവ് എനർജിയാണ്. റസൂലിനെ കുറിച്ച് കേൾക്കുക, റസൂലിനെ കുറിച്ച് പറയുക. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകിയതിന് ശുക്ർ ചെയ്യൽ ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതാണ് മഹാന്മാർ പറഞ്ഞത്. റസൂലിനെ കുറിച്ച് പറയുക, റസൂലിനെ കുറിച്ച് പാടുക. പക്ഷേ അതിന് റസൂൽ ഒരു വര വരച്ചിട്ടുണ്ട്, ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. എവിടേക്ക് പോകരുത്? കമാ അത്തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നസ്രാണികൾ ഈസാ നബിയെ കൊണ്ട് വാഴ്ത്തിയത് പോലെ ആകരുത്. ഇപ്പൊ എവിടെത്തിന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് അബ്ദാണോ അല്ലേ എന്ന ചർച്ച വരെ നടക്കുന്നു മുസ്ലിം സമുദായത്തിൽ. അള്ളാഹുവിന്റെ റസൂല് അടിമയാണോ അല്ലേന്ന് എവിടെത്തി നോക്ക്. റസൂൽ ഒരു അടിമയാണോ? അബ്ദുഹു വ റസൂലു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാലേ ഒരാൾ മുസ്ലിം ആകൂ. അങ്ങനെ തന്നെ പഠിപ്പിച്ചു. കാരണം പിൽക്കാലത്ത് റസൂലെ അടിമയൊന്നും അല്ല എന്ന് പറയുന്ന ആളുകൾ വരുമെന്ന് പടച്ചോൻക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ വരെ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ. റസൂല് അടിമയല്ല,
റസൂലിനെ അടിമ എന്ന് പറഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയയിൽ പരതിയാൽ ഇത് കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാട്ടിലൂടെ, എഴുത്തിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, സംസാരത്തിലൂടെ, നമ്മുടെ ജീവിതം മുഴുവനും റസൂലിന്റെ മദ്ഹിലൂടെ മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മുഹമ്മദുൻ സയ്യിദുൽ അഅറാബി വൽ അജമി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്ക് മാത്രമല്ല അനറബികളടക്കം സകലമാന മനുഷ്യരുടെയും നേതാവാണ്. നബി ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അത് ബേജാറാവാനൊന്നുമില്ല. അതിൻ്റെ ചില സംസാരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ജുമുഅക്ക് നമ്മൾ നേരത്തെ എത്തണം. കുറേ സഹോദരന്മാർ നേരം വൈകി വരുന്നു. വല്ലപ്പോഴും അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുക എന്ന് ചോദിച്ചാൽ സാധാരണ നേരം വൈകി ജുമുഅക്ക് വന്നുകൂടാ. ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ ജുമുഅക്ക് എത്തിയിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന മുത്ത് നബിയില്ലേ, ആ മുത്ത് നബി നമ്മോട് പറഞ്ഞതാണ്. ആ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെ സ്നേഹിക്കാം, സ്നേഹിക്കന്നെ. പാടാൻ പറ്റുമോ? പാടണം. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ ഖുദ്ദാമിൽപ്പെട്ട, അവിടുത്തെ സേവകരിൽപ്പെട്ട, ഖാദിമീങ്ങളിൽപ്പെട്ട ഖിദ്മത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നബി പ്രവാചകന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഖിദ്മത്ത് ചെയ്യും. അങ്ങനെയാണ് ഈ മഖ്ദൂം എന്ന പേരൊക്കെ വന്നത്. സൈനുദ്ദീൻ മഖ്ദൂമുമാരില്ലേ, അവരൊക്കെ സേവിക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ടായിരുന്നു. അത് പലരും അത് ചൂഷണം ചെയ്തു എന്നുള്ള വേറെ വിഷയം. ഈ ഖിദ്മത്ത്, റസൂലിന് ഖിദ്മത്ത് ചെയ്യുന്ന ഖുദ്ദാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ സ്വഹാബി ഇങ്ങനെ പാത്രത്തിൽ വെള്ളം പിടിച്ച് നിൽക്കുകയാണ് പാതിരാക്ക്. അങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യം ശരീഅത്തിലുണ്ടോ? ഇല്ല. പക്ഷെ അതൊരു സ്നേഹമാണ്, അതൊരു ഖിദ്മത്താണ്. റസൂലിനെ സേവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ സ്വഹാബികൾ നിൽക്കുന്ന കണ്ടപ്പോൾ റസൂലിന് തന്നെ വല്ലാത്തൊരു മമത തോന്നി അദ്ദേഹത്തോട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സൽ യാ റബിയ, റബിയ എനിക്ക് എന്താ പകരം വേണ്ടത്? ചോദിക്ക് റബിയത്തെ. സൽ യാ റബിയ, റബിയ നീ ചോദിക്കൂ, നിനക്ക് എന്ത് വേണം? ഉടനെ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് നമ്മളെക്കടെ എന്ത് ചോദിക്കും? ദുനിവിയായ കാറ് വേണം, വീട് വേണം, കുട്ടികളെ കെട്ടിക്കണം, ഇതൊക്കെ ചോദിക്കാം. അതൊന്നും തെറ്റാണെന്നല്ല. റബിയത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ ഞാൻ അങ്ങയുടെ കൂട്ടുകാരനായി തീരണം. ഇതാണ് എൻ്റെ ചോദ്യം. സ്വർഗത്തിൽ ഞാൻ അങ്ങയുടെ ഫ്രണ്ട്ഷിപ്പിൽ, റഫീഖ്, റഫീഖ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം, ചങ്ങാതി എന്നാണ് അർത്ഥം. റഫീഖ്, അങ്ങയുടെ റഫീഖ് ഉണ്ടല്ലോ, റഫീഖുമാരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം. അതാണ് എൻ്റെ ചോദ്യം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ റഫീഖുമാരുടെ കൂട്ടത്തിൽ റസൂൽ എന്നെ ഉൾപ്പെടുത്തി. ചില്ലറ ചോദ്യമല്ല, സ്വർഗം വേണമെന്ന് മാത്രമല്ല, കിട്ടിയ അവസരമല്ലേ. സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, അവ ഗൈറ ദാലിക യാ റബിയ, റബിയ വേറെ എന്തെങ്കിലും ചോദിച്ചുകൂടെ? എനിക്ക് ഇത്രത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് കാണൂലേ. അവ ഗൈറ ദാലിക യാ റബിയ, റബിയ വേറെ എന്തെങ്കിലും അന്വേഷിച്ച് ചോദിച്ചുകൂടെ? ഹുവദാക്ക്, എനിക്കത് തന്നെ ചോദിക്കാനുള്ളൂ. അങ്ങ് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. ഓക്കെ, ശരി എങ്കിലേ ഫഅഇന്നി ബിനഫ്സിക ബികസറത്തി സുജൂദ്, എന്നാലേ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണോട്ടാ. അതൊക്കെ ഞാനാണ്ട് ഏറ്റു റബിയ എന്നല്ല, നീ കൂടുതൽ അമലുകളിൽ, കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണേ റബിയ എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അമലില്ലാതെ, റസൂലിൻ്റെ ഇത്തിബാ ഇല്ലാതെ, ഞാൻ ഓതിയ ആയത്തിൽ ഇത്തിബാവുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷെ അത് 4 ആഴ്ചകൾ ഉള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച അടുത്ത ആഴ്ചകളിൽ പറയാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. റബീഉൽ അവ്വൽ മാസത്തിന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിന് ശറഈയായി പ്രാധാന്യം ഉള്ളതായി കാണുന്നില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന നിസ്കാരം, ഇന്ന നോമ്പ്, ഇന്ന സ്വലാത്ത്, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ പലതും പറയുന്നുണ്ട്, ഒരടിസ്ഥാനവുമില്ലാതെ. വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയാൽ ഒക്കെ ദീനായി മാറുന്ന ആളുകളുണ്ട്. അറബിയിൽ എഴുതുന്ന ഒക്കെ ദീനല്ല. ഗൾഫിൽ പോയാൽ സിനിമാ പോസ്റ്റർ അറബിയിൽ തന്നെ ആയിരിക്കും എന്ന് കരുതി അത് ദീനാണെന്ന് വിചാരിക്കരുത്. അശ്ലീലങ്ങൾ എഴുതുന്നതും അറബിയിൽ തന്നെ, കാരണം അവരുടെ ഭാഷയാണ്.
അറബി ഭാഷ എന്നുള്ളതല്ല, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ആധികാരികമായ ഉലമാക്കൽ പണ്ഡിതന്മാർ ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ റബീഉൽ അവ്വൽ മാസം ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പഠിക്കാനും കൂടുതൽ വായിക്കാനും കൂടുതൽ ചർച്ച ചെയ്യാനും കൂടുതൽ പറയാനുമുള്ള അവസരമായി കാണണം. തുടർന്നുള്ള ദിവസങ്ങളിൽ സജീവ സാന്നിധ്യം എല്ലാവരുടേതും ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ ജുമുഅയെ സ്വീകരിക്കുമാറാകട്ടെ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും മനസ്സിലാക്കി അവിടുത്തെ ഖൽബ് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.